ഡിയർ സ്കീം 2025 നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് ചാർട്ട് വരും. അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ്, ഇപ്പോൾ നമുക്ക് 31 മുതൽ 4 വരെയാണ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു അല്ലേ എൻട്രൻസ് കമ്മീഷണർ. സോ നമ്മൾക്ക് ഈ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ് വരും. അപ്പം മിക്കവാറും എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും ഈ ഒരു ലിസ്റ്റായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചില കോളേജസിൽ ചില കോഴ്സുകൾ ഉണ്ടാവില്ല. ഈ പറയുന്ന ചില കോഴ്സുകൾ ഇല്ലാതാവുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ആ കോളേജിൻ്റെ ഈ ഒരു ഡേറ്റാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ഈ ഒരു ഡേറ്റൊക്കെ ആയിരിക്കും. പക്ഷേ ചില കോളേജസ്, ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് CET ചാർട്ടാണ്. സോ CET നിങ്ങൾക്കറിയാം അത്യാവശ്യം ഒട്ടുമിക്ക കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. അപ്പോൾ അധികം കോഴ്സുകളില്ലാത്തവർക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 31 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞേക്കണത്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഇല്ലാത്തൊരു കോളേജിൽ മേ ബി അന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിരിക്കും 31 വരിക. മനസ്സിലായോ? അത് കഴിഞ്ഞ് 1 CETയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് രാവിലെ. ഉച്ച കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇനി 2 CETയിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 2 കോഴ്സുകൾ വരുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് ആർക്കിടെക്ചറാണ്. 4 സിവിൽ എഞ്ചിനീയറിങ്ങും. അതുപോലെ ഉച്ച കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ദിവസങ്ങളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് 3 മണി വരെ അഡ്മിഷൻ എടുക്കാൻ സമയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു ചാർട്ടായിരിക്കും ഫോളോ ചെയ്യുക. പക്ഷേ ചില കോളേജസിൽ ഈ കോഴ്സുകൾ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു ടൈമൊക്കെ അവർ പറയും. ഇപ്പോൾ CS ഉള്ള ഒരു കോളേജിൽ ഇങ്ങനെ മെക്കാനിക്കൽ ഇല്ലെങ്കിൽ 31 CS ആയിരിക്കും. ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ CS, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഏതെങ്കിലും കോഴ്സുകൾ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഫുൾ ഡേ CS തന്നെയായിരിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏത് കോളേജാണ് അഡ്മിഷൻ എടുക്കുന്നത് ആ കോളേജിൻ്റെ വെബ്സൈറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ കോളേജസ് പറഞ്ഞു പോവുക, അല്ലെങ്കിൽ നിങ്ങൾ കോളേജുകൾ നോക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ BTech ആൻഡ് BERക്ക് അഡ്മിഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കീപ് ഓൾ ദ ഡോക്യുമെൻറ്റ് ഇൻ ഒറിജിനൽ, റെഡി ആൻഡ് ഇൻ ഓർഡർ ആസ് പെർ ലിസ്റ്റ് അറ്റാച്ച്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡോക്യുമെൻറ്റ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഓരോ കോളേജുകളും അവരുടെ വെബ്സൈറ്റിലും, ഇതിപ്പോൾ ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ചില ഗവൺമെൻറ് കോഴ്സ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഇതുപോലെ ലിസ്റ്റ് ഇടുന്നത്. പ്രൈവറ്റ് കോളേജുകൾ മേ ബി ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ലിസ്റ്റ് എടുത്തിട്ട് അതുപോലെ കൊണ്ടുപോകാം കേട്ടോ. അല്ലെങ്കിൽ കോളേജുകളുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കുക. ചില കോളേജസ് ഇടും, ചിലവർ അങ്ങനെ ഇടില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയേണ്ടത്, എല്ലാ ഡോക്യുമെൻസും ഒറിജിനലും ഇവർ പറഞ്ഞിരിക്കുന്ന ഓർഡർ, ഇവിടെ ഒരു ഓർഡർ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കണ്ടോ, അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CE. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ ആദ്യം ഇരിക്കേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CE ആയിരിക്കണം. സെക്കൻഡ് +2 മാർക്ക് ഷീറ്റ്, അതിൻ്റെ കൂടെ 2 കോപ്പീസ് ഇവിടെ പറയുണ്ടാവും. നോക്കട്ടെ കേട്ടോ, കോപ്പീസ് ഉണ്ടോയെന്ന്. 1 സെറ്റ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. അപ്പോൾ CET പറഞ്ഞേക്കണത് നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്താൽ മതി എന്നാണ്. ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കേണ്ട എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മേ ബി അത് കുഴപ്പമുണ്ടാവും. ഇനി ഓൾറെഡി നിങ്ങൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി അല്ലെങ്കിൽ പുതിയ 2 കോപ്പീസ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ തന്നെ സൈൻ ചെയ്യണം എന്നാണ് CET പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ചില കോളേജസ് ഇപ്പോൾ എനിക്ക് തോന്നി ഈ വർഷം ഇപ്പോൾ CET മാറിയപ്പോൾ മിക്കവരും മാറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. തൃശ്ശൂരൊക്കെയാണ് മിക്കപ്പോഴും ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് വേണം എന്നൊക്കെ പറയാറ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ കേരള ഗവൺമെൻറ് ആ റൂളൊക്കെ മാറ്റിയതാണ്, സെൽഫ് അറ്റസ്റ്റഡ് മതിയെന്നാക്കിയതൊക്കെയാണ്. അപ്പോൾ ചില കോളേജസ് വീണ്ടും ഗസ്റ്റുകൾ വേണം എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് ഈ CET പറഞ്ഞേക്കുന്നത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ സെൽഫ് അറ്റസ്റ്റഡ് പറഞ്ഞിട്ടില്ലേ കോപ്പീസ്, അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇവിടെ എവിടെയാണോ പറഞ്ഞേക്കണേ അതിൻ്റെ കൂടെ തന്നെ ആ കോപ്പീസും വെക്കുക. മനസ്സിലായി? ഇപ്പോൾ +2ൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ കൂടെ തീർച്ചയായിട്ടും 2 കോപ്പീസ് വേണ്ടി വരും. അപ്പോൾ അത് ആ മാർക്ക് ഷീറ്റിൻ്റെ ഒറിജിനലിൻ്റെ തൊട്ട് താഴെ ആ കോപ്പീസ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ ഷീറ്റ്, അത് നമുക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മളുടെ പ്രൊഫൈലിലുണ്ടാവും. അത് നിങ്ങൾ 2-3 എടുത്തൊന്ന് വച്ചേക്കാം കേട്ടോ, പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും
നിങ്ങൾ അവസാനം ചേരുന്ന കോളേജിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോയും ഒന്ന് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ CE എന്ന് പറയല്ലേ, അത് ഈ സെക്കൻഡ് ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ആയിരിക്കണം. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഉള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ആയിരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോവേണ്ടത് കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കിട്ടിയത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ചോളൂ. പക്ഷേ സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തേക്കണം കേട്ടോ. അത് കോളേജ് മാറ്റമുള്ളൂ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം തന്നെ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ നേറ്റയുടെ സ്കോർ കാർഡ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറിൻ്റെ കുട്ടികൾക്കാണ്. പിന്നെ മറ്റു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ, ഞാൻ ഇനി പ്രത്യേകിച്ച് അത് വായിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ കൊണ്ടുപോകാനാണ് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞേക്കണേ. പിന്നെ ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് കോളേജ് രജിസ്ട്രേഷൻ ഫോം. ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അൺഫിൽ ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴേക്ക് പോകുമ്പോൾ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വായിക്കണേ. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ കോളേജ് രജിസ്ട്രേഷൻ ഫോം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലുണ്ടാവും അതിൻ്റെ ഇതെടുക്കുക. അപ്പോൾ ഇത് എല്ലാ കോളേജസും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫോമിൻ്റെ കാര്യം പറയൂല, എന്ത് കോളേജ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എവിടെ നോക്കി എടുക്കുക കേട്ടോ. മിക്കവാറും ഈ പറയുന്നത് നമ്മളൊരു വീഡിയോയിൽ ഡേറ്റ എൻട്രി പറഞ്ഞില്ലേ, അതായിരിക്കുള്ളൂ ഈ പറയണത് കോളേജ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ളത്. സോ നമുക്ക് നോക്കാം താഴോട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ എൻട്രി പറഞ്ഞേക്കുന്ന കോളേജിലെല്ലാം ചെയ്യണം കേട്ടോ. അതെങ്ങനെ ചെയ്യണമെന്ന് വീഡിയോ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, അതുപോലെ തന്നെ ചെയ്യുക. റെഫറൻസ് നമ്പർ എടുക്കുക, അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ പ്ലീസ് പേ ദ PTA ബസ് ആൻഡ് SETA fund in advance to ensure a smooth and time admission process. Payment link are available on the website. After payment, kindly take a printout of each receipt and clearly write your name, allotted branch and phone number on them. Note regarding PTA fund, SC/ST and OEC students need to pay PTA membership fee of 500 rupees. അപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് ഇവർ PTA-യും ബസ് ഫണ്ടും ഒക്കെ നേരത്തെ അടിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് ചെയ്താലും മതിയാവും. പക്ഷേ ഇവരിങ്ങനെ പറയണേം കൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെ ചെല്ലുക. ഇപ്പോൾ ഈ വീഡിയോ കുറേ പേര് കാണുന്നുണ്ടാവും, എല്ലാവരും ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാൽ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക നടക്കുന്നുണ്ടോ എന്നുള്ളത്. സിമ്പിളാണ്. അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് നിങ്ങളതിൻ്റെ റെസീപ്റ്റ് എടുത്തിട്ട് ആ റെസീപ്റ്റിൽ നിങ്ങളുടെ പേര്, നിങ്ങൾ അലോട്ട് ചെയ്തേക്കുന്ന ബ്രാഞ്ച്, നിങ്ങളുടെ ഫോൺ നമ്പറും മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതിയേക്കാം കേട്ടോ. ഇനി SC/ST OEC കുട്ടികളുടെ അടുത്ത് PTA ഫണ്ട് 500 രൂപ മാത്രം അടച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ട് അടച്ചാൽ മതി, ഈ റിസർവേഷൻ ഉള്ളവർ, ഫീ കൺസെഷൻ ഉള്ളവർ. ഇനി ആസ് ഫാർ ആസ് പോസിബിൾ പ്ലീസ് കീപ് ഹാർഡ് കോപ്പീസ് ഓഫ് ഡ്യൂലി ഫിൽഡ് കോളേജ് രജിസ്ട്രേഷൻ ഫോം, ആൻറ്റി റാഗിങ് അഫിഡവിറ്റ്. അതിൻ്റെ 2 കോപ്പീസ് വേണം. അത് നിങ്ങൾക്ക് കോളേജ്, ഞാൻ പറഞ്ഞല്ലോ മിക്ക കോളേജിൻ്റെയും ആൻറ്റി റാഗിങ് അഫിഡവിറ്റ് ഫോം ഒന്നായിരിക്കും. പക്ഷെ നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ 2 കോപ്പീസ് വേണം. പിന്നെ അണ്ടർടേക്കിംഗ് ബൈ കാൻഡിഡേറ്റ്, അതും ലിങ്ക് ഉണ്ടാവും വെബ്സൈറ്റിൽ, അത് 2 എണ്ണം വേണം. പിന്നെ പാരൻറ്റ് സൈൻ ചെയ്യണം. ഇതൊക്കെ സേവ് യുവർ ടൈം. നിങ്ങൾ ചെയ്തിട്ട് ചെന്നാൽ നിങ്ങളുടെ ടൈം സേവ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞേക്കണത്. ഇപ്പോൾ ഈ H1N1 ഫ്ലൂവിൻ്റെയൊക്കെ ഒരു സമയമാണ്. കഴിവതും നിങ്ങളൊക്കെ മാസ്കൊക്കെ വെച്ചിട്ട് തന്നെ പോകാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്രൗഡിൽ അധികം നേരം നിൽക്കേണ്ട പ്രശ്നം വന്നില്ല. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അഡ്മിഷൻ ഡേ ആഫ്റ്റർ റീച്ചിങ് ദ കോളേജ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്ട്രക്ഷൻ കോളേജ് തരുന്നുണ്ട്. മിക്ക കോളേജസ് ഇങ്ങനെ തരും, CT വളരെ കൃത്യമായിട്ട് തരാറുണ്ട്. അഡ്മിഷൻ്റെ ദിവസം നിങ്ങൾ കോളേജിൽ ചെന്നിട്ട് CET എന്നാണ് SETA ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. എനിക്കറിയില്ല അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ എന്നുള്ളത്, എന്തായാലും അങ്ങനെയാണ്. ആ ഹോളിലേക്ക് നിങ്ങൾ ചെല്ലുക. അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, മെയിൻ ബിൽഡിങ്ങിൽ, വെയർ ദ രജിസ്ട്രേഷൻ കൗണ്ടർ ഈസ് സെറ്റപ്പ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഹോളിലേക്ക് ചെന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട്, അവിടെ ചെല്ലാതാണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഷോ ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ അറ്റ് എ രജിസ്ട്രേഷൻ കൗണ്ടർ. നേരത്തെ പറഞ്ഞില്ലേ സെക്കൻഡ് ഫേസ്, ഇപ്പോൾ സെക്കൻഡ് ഫേസിലാണല്ലോ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലണേ. അപ്പോൾ ആ ഫേസിലെ അലോട്ട്മെൻറ്റ് മെമ്മോ ആ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടോക്കണൊക്കെ ഉണ്ടാവും. നമ്മൾ ചെല്ലണ അനുസരിച്ചിട്ട് ആദ്യം ചെല്ലണവർക്കൊരു ടോക്കണൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇവിടെ
ഇങ്ങനെ നിൽക്കാതെ ഈ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ടോക്കൺ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വാങ്ങിച്ച് വെക്കുക. കാരണം നമ്മൾ നേരത്തെ ചെന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചാലാണ് നമുക്ക് നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്നിട്ട് രജിസ്റ്റർ നമ്മളുടെ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ കാണിക്കുക. അപ്പോൾ ടൈം പറഞ്ഞേക്കുന്നത് 8:30 തന്നെ ചെല്ലാനാണ്. പക്ഷേ അഡ്മിഷൻ പ്രൊസീജിയർ 9:15 സ്റ്റാർട്ട് ചെയ്യും. 3:30 വരെ നിങ്ങൾക്കുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30 അല്ല, അതായത് റിപ്പോർട്ടിംഗ് ടൈമാണ് 8:30 പറഞ്ഞേക്കുന്നത്. 9:30 സ്റ്റാർട്ട് ചെയ്യും. 3:30 വരെ ടൈമുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, ദൂരെ നിന്നൊക്കെ ആണെങ്കിൽ 8:30 എന്നുള്ളത് കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിയാൽ മതി കേട്ടോ. As far as possible, take admission on the day allotted for you. Don't wait for the last day in case you have to submit some missing document. You will get time if admission is taken on the allotted day. അപ്പോൾ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറില്ല, ഇപ്പോൾ നമുക്ക് ഈ 31 അങ്ങനെ തുടങ്ങി ഓരോ പ്രോഗ്രാംസിനും ഓരോ ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിൽ തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ലൈക്ക് അതായത് റിസർവേഷൻ അങ്ങനെയൊന്നും ആവരുത്. റിസർവേഷനൊക്കെ ഓൾറെഡി നിങ്ങൾ കീവിൽ അപ്ലോഡ് ചെയ്തേക്കണേയാണല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ TC പുതുക്കാത്തതോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഡേയിൽ തന്നെ ചെല്ലാതിരിക്കരുത്. അങ്ങനെയുള്ള ഇതിനൊക്കെ നിങ്ങൾക്ക് കോളേജ് സമയം തരും. ആ സമയത്തിനുള്ളിൽ അത് ചെയ്തു കൊണ്ടുവന്ന് കൊടുത്താൽ മതി. പറ്റുന്ന എല്ലാവരും തന്നെ ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഇവിടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ഓർഡറിൽ എടുത്ത് വെക്കാം. ഇനി അടുത്ത ലിങ്ക് തന്നേക്കുന്നത് ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രൊഡ്യൂസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. മേ ബി നമ്മളിപ്പോൾ കണ്ടത് തന്നെയായിരിക്കും ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇനി കോളേജ് രജിസ്ട്രേഷൻ ഫോം എന്നും പറഞ്ഞിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, ഇതാണ് കോളേജ് രജിസ്ട്രേഷൻ ഫോം കേട്ടോ. ഇത് നിങ്ങൾ മേ ബി പ്രിൻ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്ത് പോകാനാണ് പറയണമായിരിക്കും. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, എൻട്രൻസിൻ്റെ റാങ്ക്, അഡ്മിറ്റഡ് കോട്ട, ലൈക്ക് ഏത് കോട്ടയാണെന്ന്, ജനറൽ കോട്ടയാണെങ്കിൽ അങ്ങനെ, MU ആണെങ്കിലോ അല്ലെങ്കിൽ SC/ST ആണോ ഏതാണോ അതവിടെ കൊടുക്കുക. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലുണ്ടാവും. അത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. അഡ്മിറ്റഡ് കാറ്റഗറി ഓക്കെ. അലോട്ടഡ് കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഐ തിങ്ക് ഇറ്റ് മെറിറ്റാണെന്നായിരിക്കും കേട്ടോ. അതവിടെ വേണമെങ്കിൽ ബ്ലാങ്ക് ഇട്ടിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് ചോദിച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. ഐ കൺഫ്യൂസ്ഡ്. അഡ്മിറ്റഡ് കാറ്റഗറിയാണ് നമ്മളുടെ റിസർവേഷൻ വരുന്നത് കേട്ടോ. അഡ്മിറ്റഡ് കാറ്റഗറിയാണ് നമ്മൾ ഏത് കാറ്റഗറിയാണ്, ലൈക്ക് OBC ആണോ അല്ലെങ്കിൽ SC/ST ആണോ അല്ലെങ്കിൽ ജനറൽ ആണോ എന്നുള്ളത് അവിടെ ചോദിച്ചേക്കണം കേട്ടോ. മേ ബി അഡ്മിറ്റഡ് കോട്ട എന്നുള്ളത് ചിലപ്പോൾ സ്പോർട്സ് കോട്ട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് ബ്ലാങ്ക് ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്, കാസ്റ്റ്, ഇതൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. പിന്നെ നേറ്റിവിറ്റി ഓക്കെ, ഫാദേഴ്സ് നെയിം, കോൺടാക്ട് നെയിം. ഈ ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം ഒക്കെ SSLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ കൊടുക്കുക. കോൺടാക്ട് നെയിം നിങ്ങൾ കോൺടാക്ട് നമ്പർ നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ഒക്കെ കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സ്, ഡിക്ലറേഷൻ ബൈ ദ ആപ്ലിക്കൻ്റ് ആൻഡ് ഗാർഡിയൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാരൻസിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുക കേട്ടോ. അതാണ് കോളേജ് രജിസ്ട്രേഷൻ ഫോം എന്ന് നേരത്തെ പറഞ്ഞില്ല, അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ആൻറ്റി റാഗിങ് അഫിഡവിറ്റ് ആൻഡ് അണ്ടർടേക്കിംഗ് ബൈ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇതും നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കിട്ടും. ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാം. പട്ടണമൊക്കെ എഴുതിയാൽ മതി, കൂടുതലൊന്നും എഴുതാനില്ല ഇവിടെ. അണ്ടർടേക്കിംഗ് ടു ബി ഫിൽ ബൈ സൈൻ ബൈ സ്റ്റുഡൻറ്റ് ആൻഡ് ഹിസ് പാരൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സൺ ആൻഡ് ഡോട്ടർ ഓഫ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ എന്താണോ അവിടെ ഫില്ല് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവുള്ളൂ. ഇത് ഒരു അത്യാവശ്യം ഇതുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇതായിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. അവിടെ എന്നുള്ളിടത്ത് നമ്മുടെ പേര് എഴുതേണ്ടത് സൺ ഡോട്ടർ ഓഫ് നിങ്ങളുടെ പാരൻ്റെ പേര് എഴുതുക. എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് എഴുതിയിട്ട് കൊടുക്കുക. ഞാൻ പറയല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്യേണ്ട. പക്ഷേ ഈ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് അവിടെ കൊണ്ടല്ല കേട്ടോ. ഫില്ല് ചെയ്യാൻ എളുപ്പമല്ലേ, ഫില്ല് ചെയ്ത് സൈനിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ അവിടെ ചെല്ലുമ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് ലാഭം കിട്ടും. ഓക്കെ. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് ഓൾറെഡി നിങ്ങളെല്ലാവരും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങളിനി ആ ഒരു ദിവസത്തിന് വേണ്ടി വൈകണ്ട കേട്ടോ. അല്ലാതെ മനസ്സിലായല്ലോ, നേരത്തെ അവർ പറഞ്ഞ പോലെ ചില സർട്ടിഫിക്കറ്റുകൾക്ക് നമുക്ക് ഡേറ്റ് ഒരു ടൈം തരും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ കൊടുത്താൽ മതി. അതിൽ പെടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും
ഓക്കെ കേട്ടോ. ആൻറ്റി റാഗിങ് ഒക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതൊക്കെ എടുക്കുമല്ലേ, സോ അതൊക്കെ എടുത്തിട്ട് പോവാം. പിന്നെ ഫോം ഫോർ ഓതറൈസേഷൻ. ഇപ്പോൾ ഞാൻ പറയുവാണ്, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതും അല്ലെങ്കിൽ നിങ്ങളിത് അറിയുന്നതും അഡ്മിഷൻ ഡേറ്റിൻ്റെ അന്നാണ്. നിങ്ങൾക്ക് ആൻറ്റി റാഗിങ് വേണം അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ അറിയുന്നത് നിങ്ങൾ ഏത് ദിവസമാണോ ചെല്ലേണ്ടത് അന്നാണ്. അന്ന് ആ ദിവസം എൻ്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോവാതിരിക്കണ്ട. നിങ്ങൾ പോയി എടുക്കുക എന്നുള്ളതാണ് ആ ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ നേരത്തെ അറിഞ്ഞവർ അതെടുത്തിട്ട് തന്നെ പോവുക. നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒക്കെ പോസിറ്റീവ് ആവാൻ നിങ്ങൾക്കത് നല്ലതാണ്. ഓക്കെ ഓക്കെ. ഇനി ഇവിടെ PTA ഫണ്ട് ഡീറ്റെയിൽസ് BTech കണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഗവൺമെൻറ് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് PTA ഫണ്ട് പോലുള്ള ഫണ്ടുകൾ വരും. അപ്പോൾ ഏകദേശം ഒരു 11,000 മുതൽ 20,000 രൂപ വരെ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കേണ്ട വരും എന്നുള്ളത്. അപ്പോൾ ഇവിടെ PTA ഫണ്ട് ഡീറ്റെയിൽസ് BTechന് 15,000 രൂപയാണ് പറയണത്. അതിവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ QR സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് QR കോഡ്. സോ നിങ്ങളത് സ്കാൻ ചെയ്താൽ ഈസി അത് ഇതായി പോകും കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബിലോ ആൻഡ് ക്ലിക്ക് ദ ലിങ്ക്. ഇങ്ങനെ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ദ ചെക്ക് ബോക്സ് ഐ ഹാവ് റീഡ് ദ അക്സെപ്റ്റഡ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ സ്റ്റേറ്റഡ് ആൻഡ് ദെൻ ക്ലിക്ക് പ്രൊസീഡ് കൊടുക്കുക. സെലക്ട് കാറ്റഗറി കൊടുക്കുക. ഇത് BTech ആണോ MTech ആണോ, ഏതാണ് നിങ്ങൾ BTech അല്ലേ, സോ അത് കൊടുക്കുക. എന്നിട്ട് ഫിൽ ദ കറക്റ്റ് എമൗണ്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അവിടെ പറഞ്ഞിട്ടുണ്ട് BTechകാർക്ക് 15,000 രൂപയാണെന്നുള്ളത്. എന്നിട്ട് പേയ്മെൻറ്റ് ആൻഡ് സേവ് ദ പേയ്മെൻറ്റ് റെസിപ്റ്റ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് റെസിപ്റ്റ് സേവ് ചെയ്യുക കേട്ടോ. ബ്രിങ് ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ റെസിപ്റ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓർ സ്കാൻ ദ ഫോളോയിങ് QR കോഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയണ പോലെ QR കോഡ് ഇങ്ങനെ പ്രൊസീജിയർ ഉണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 2 നെറ്റ് ബാങ്കിങ് ആണ് പറഞ്ഞേക്കുന്നത്. ആ നെറ്റ് ബാങ്കിങ് ചെയ്യണവരാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമ്പറിൽ കയറിയിട്ട് നെറ്റ് ബാങ്കിങ് ചെയ്യാം. ഇപ്പോൾ മൊബൈൽ നെറ്റ് ബാങ്കിങ് ഒക്കെ അവൈലബിൾ ആണല്ലോ, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്കത് ഏതാണെന്ന് ചെയ്യാം. അപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെറ്റ് ബാങ്കിങ് ചെയ്യാം കേട്ടോ. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് അവിടേക്ക് എത്തും കേട്ടോ, SBI കളക്റ്റിലേക്ക് എത്തും കേട്ടോ. ഓക്കെ. അപ്പോൾ 3. പിന്നെ PTA ഫീസിൻ്റെ ഇവിടെ ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. PTA മെമ്പർഷിപ്പ് ഫീ പറഞ്ഞിട്ടുണ്ട്. ഈ ഫീ മാത്രം SC/ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ OEC കുട്ടികളും അടച്ചാൽ മതി, 500 രൂപ. ബാക്കി എല്ലാവരും ഈ ഒരു 15,000 രൂപ അടയ്ക്കണം കേട്ടോ. BTechന് 15,000 രൂപയും BRക്കിന് 17,575 രൂപയാണ് കേട്ടോ. അപ്പോൾ BSc ഇതുപോലെ എല്ലാ കോളേജിലും ഫീസ് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വരാം, ചിലപ്പോൾ ഇതിൽ കുറവായിട്ട് വരാം. എന്തായാലും ഈ ഒരു ഫീസ് ഉണ്ടാവും കേട്ടോ. ആസ് യു നോ PTA ഫണ്ട് ഈസ് ഗ്രേറ്റ് സപ്പോർട്ട് ടു മെനി സ്റ്റുഡൻറ്റ്. അതന്നെ, നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും നമ്മൾ ഈ ഫീസ് കൊടുക്കുന്നതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 4 വർഷം ആ കോളേജിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളവിടെ പഠിക്കണതാണ്. സോ അതിനൊരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കോളേജിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു PTA ഫണ്ട് സപ്പോർട്ടാണ്. സോ സ്റ്റുഡൻസ് ആർ റിക്വസ്റ്റഡ് ടു പേ ഹയർ എമൗണ്ട് ഇഫ് അഫോർഡബിൾ. Not SC/ST and OEC students need to pay PTA membership fee of 500 only. However, such students are requested to pay the best affordable amount according to their capacity. അതങ്ങനെ പറയും. എന്നാലും ഈ ഒരു എമൗണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി കോളേജ് ബസ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 2,000 രൂപയുണ്ട്. അപ്പോൾ 15,000 രൂപയുണ്ട്, കൂടാതെ ഒരു 2,000 രൂപയുണ്ട്. അപ്പോൾ എത്രയായി? 17,000 രൂപയായി. പിന്നെ ഒരു 1,000 രൂപ കൂടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം കണക്ക് 20,000 ഒക്കെ ആയിട്ടില്ലേ. ഓക്കെ. അപ്പോൾ കോളേജ് ബസ് ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട്, അതിൽ സ്കാൻ ചെയ്ത് പേ ചെയ്യാം. പിന്നെ മെമ്പർഷിപ്പ് എനിക്ക് തോന്നുന്നു CETയുടെ അലൂമിനി ഫീസ് ആയിട്ടാണത് 1,000 രൂപ കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഈസിയാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ചെയ്താൽ മതി. സമയവും ലാഭം കാര്യങ്ങളും ഒക്കെ വേഗം നടക്കാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആൻറ്റി റാഗിങ് അഫിഡവിറ്റ് അതൊക്കെ പ്രിൻ്റ് എടുത്ത് തന്നെ കൊണ്ടുപോകാം. ഫീസ് അടക്കണതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ചെയ്താലും മതി. എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല, കൺഫ്യൂഷൻ ഉള്ളവർ മാത്രം കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഈ ഫീസ് അടക്കണതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു വർക്കിംഗ് ടൈം 10 to 4 എന്നുള്ള വർക്കിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഇനി ഫീസ് അടക്കുന്നതിനെ പറ്റി ഉണ്ടെങ്കിൽ അതുവരെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. നന്നായിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടീച്ചേഴ്സും സാർമാരൊക്കെ ആയിരിക്കും. സോ നിങ്ങളതിൽ വേറെ ഒന്നും ആവണ്ട. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം കേട്ടോ. നിങ്ങൾക്ക് കോളേജിൻ്റെ വെബ്സൈറ്റിൽ തന്നേക്കുന്ന നമ്പേഴ്സ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. കാരണം ഇത് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് ഹെൽപ്പ് ഡെസ്ക് പോലെ തന്നേക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പേടി വിചാരിക്കേണ്ടയോ മടി വിചാരിക്കേണ്ടയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളിവിടെ അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ഈ വാട്സപ്പിൽ ചാറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഇത് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഇവിടെ കയറി ചോദിച്ചാൽ മതി. അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.